അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൈറ്റ് എന്ന് പറയും ഇതിന്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് നോമ്പ് തുറ സമയത്തും പിന്നെ അല്ലാതെ നമ്മൾ 4 മണി ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാള മതി, വലിയ സവാള വേണമെങ്കിൽ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ 2 പച്ചമുളക് പിന്നെ ചെറുതാക്കി വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് നല്ലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജീരകപ്പൊടി 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. 4 വലിയ ഉരുളൻകിഴങ്ങ് എടുത്ത് നല്ല വേവിച്ചിട്ട് ഉടച്ച് വെച്ചതാണ്. ഇനി ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാലേൻ്റെ കൂടെ ഇത് നല്ല ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉരുളൻകിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്തുമ്പോൾ ഉപ്പ് കുറയും. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉരുളൻകിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് ആവശ്യമില്ല. അപ്പോൾ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കുഴച്ച് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി പരത്തണ ഒരു പലക എടുത്തിട്ട് അതിന് മേൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലൊന്ന് ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കൂട്ടുണ്ടല്ലോ ഉരുളൻകിഴങ്ങിൻ്റെ കൂട്ട് അത് നല്ലൊന്ന് ബോളാക്കിയിട്ട് ഇതിന് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ പരത്തുന്ന പിന്നെ പലകമ്മൽ കുറച്ച് പിന്നെ ഓയിൽ തടവി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് പരത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എടുക്കാൻ പ്രയാസമാവും. അതുപോലെ നല്ലൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇത് ചതുര കഷ്ണാക്കിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഞാൻ കട്ട് ചെയ്തെടുത്തു. നമുക്കൊരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. അതിൽ ഈ മൈദ കലക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്.
എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഈ മൈദയിൽ മുക്കിയിട്ട് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുക. ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ പീസുകളും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുത്തു. ഇനി എണ്ണ ചൂടാക്കിയിട്ട് ഇതിൽ നമുക്ക് എടുത്തിട്ട് വറുത്ത് കോരാം. അപ്പം ഞാൻ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടത് ഇതുപോലെ എല്ലാം വറുത്ത് കോരി എടുക്കട്ടെ. ഇനി ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അതുപോലെ ഞാൻ മുഴുവനും പിന്നെ ഇതുപോലെ വറുത്ത് കോരി എടുക്കട്ടെ. ഒരു ദിവസങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയത് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ്. ഉരുളൻകിഴങ്ങും ചെറിയൊരു സവാളയുടെ കഷ്ണം ഉണ്ടായാൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഞാനത് മുഴുവനായിട്ട് ഇതേപോലെ വറുത്ത് കോരി പിന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ അടുത്തുള്ള ബെല്ലേക്കിനൊന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടുന്നതാണ്. ഇതുപോലെ ഉള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.